SSLC ജീവിതത്തിലെ ആദ്യത്തെ വലിയ പരീക്ഷ. പലർക്കും ഇത് ഭയമാണ്. പക്ഷേ ചിലർക്ക് ഇതൊരു അവസരമാണ്. ഫുൾ എ പ്ലസ് എന്നത് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അത് ഡിസിപ്ലിൻ പ്ലസ് ഡെയിലി ആക്ഷൻ പ്ലസ് കൺസിസ്റ്റൻസി കൊണ്ടാണ് നേടുന്നത്. മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്ക് ഓർമ്മിക്കൂ. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്. ഡ്രീം ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഫുൾ എ പ്ലസ് നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫുൾ എ പ്ലസിന് വേണ്ടിയുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത്. ഫുൾ എ പ്ലസ് നേടുന്നത് ബുദ്ധിയുള്ളവർ മാത്രമല്ല, ശ്രമിക്കുന്നവരാണ് നേടുന്നത്. സ്വാമി വിവേകാനന്ദ പറഞ്ഞത് ഇങ്ങനെയാണ്: എ റേസ് എവേ ക്യാൻ സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. ഗോൾ എത്തുന്നത് വരെ നിർത്താതിരിക്കുക എന്നുള്ളതിലാണ് കാര്യം. ഓർമ്മിക്കേണ്ട 3 കാര്യങ്ങൾ: എനിക്ക് പറ്റും എന്ന ആത്മവിശ്വാസമാണ്. പിന്നെ സോഷ്യൽ മീഡിയ നിയന്ത്രണവും ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും ചെറിയ ചെറിയ പ്രോഗ്രസ് സ്റ്റഡീസിൽ കൊണ്ടുവരിക. സക്സസ് ഒരു വലിയ ജമ്പല്ല, അത് ദിവസേനയുള്ള ചെറിയ ചെറിയ ജയങ്ങളുടെ ഒരു കൂട്ടമാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊരു ഫുൾ എ പ്ലസ് ടൈം ടേബിൾ മോഡലാണ് ഞാൻ ഇനി പറയുന്നത്. ശ്രദ്ധിക്കുക. മോർണിംഗിൽ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് 5 മണിക്ക് എഴുന്നേൽക്കുക. 5:15 റിവിഷൻ തുടങ്ങുക. പുലർച്ചെയുള്ള സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകൾ, മാത്സ്, സയൻസ് പോലെയുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കുക. 6:15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. 6:45 ചെറിയ റിവിഷൻ നടത്തുക. കൂടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുക. മോർണിംഗ് ബ്രെയിൻ ഫ്രഷ് ആണ്. ഹാർഡായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം കൂടിയാണ്. ഇനി സ്കൂൾ ടൈമാണ് അല്ലേ? ക്ലാസ്സിൽ മുഴുവൻ ശ്രദ്ധ കൊടുക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കുക. ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക. ആക്റ്റീവ് ലേണിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് സ്റ്റഡിങ് എന്നാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക. ഈവനിങ്ങിൽ 5 മണി മുതൽ 8 മണി വരെയുള്ള സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. 5 മണി മുതൽ നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. 5:30 ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. 6:30 ഒരു സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിക്കാം. 7:30 ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 7:45 സെക്കൻഡ് സബ്ജക്റ്റ് റിവിഷൻ ചെയ്യാം. നൈറ്റിൽ 9 മണി മുതൽ 10 മണി വരെ എന്ത് ചെയ്യാം? ഡെയിലി റിവിഷൻ ചെയ്യാം. ഇന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് വീണ്ടും റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യാം. 10 മണിക്ക് സ്ലീപ്പ്. 7 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഇനി കുറച്ച് സ്റ്റഡി ടെക്നിക്കുകൾ പറഞ്ഞുതരാം. പൊമഡോറോ മെത്തേഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു 25 മിനിറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക. ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് കുറച്ചധികം പഠിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതില്ലാതെ ഈ പൊമഡോറോ മെത്തേഡ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ടെക്നിക്ക് 3 റിവിഷൻ റൂളാണ്. അതായത് 1ാമത്തെ ദിവസം നമ്മൾ പഠിച്ചു. 3ാമത്തെ ദിവസം അന്ന് പഠിച്ച കാര്യം വീണ്ടും റിവൈസ് ചെയ്യുക. 7ാമത്തെ ദിവസം 1ാമത്തെ ദിവസം പഠിച്ച കാര്യം വീണ്ടും റിവൈസ്. ഇത് പഠിച്ച കാര്യത്തെ മറക്കാതെ നമ്മുടെ ബ്രെയിനിൽ എടുത്തു വയ്ക്കാൻ സഹായിക്കും. 3ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. എസ്പെഷ്യലി മാത്സ്. എന്ത് കാര്യവും വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നതും ലോങ് ലാസ്റ്റ് ആയിട്ട് മെമ്മറിയിൽ ഇരിക്കുന്നതും എഴുതുന്ന കാര്യങ്ങളാണ്. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഒരു ആശയം പറയാം. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. അതായത് ഫുൾ എ പ്ലസ് റിസൾട്ട് ഷീറ്റ്, അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഫുൾ എ പ്ലസ് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യൂ. ആ ഇമേജിൻ്റെ മോട്ടിവേഷനിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോകാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എല്ലാവരും തോറ്റ് പിന്മാറുന്ന ഭാഗം. വെൻ യു ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്. തളർന്നു പോകുന്ന ദിവസങ്ങൾ വരും. മറ്റുള്ളവർ കളിക്കുമ്പോൾ നീ പഠിക്കും. അപ്പോൾ മനസ്സ് ചോദിക്കും, ഇത് വേർത്താണോ? ഓർമ്മിക്കുക, തോമസ് എഡിസൺ പറയുന്നുണ്ട്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 1000 ways ദാറ്റ് ഐ വിൽ നോട്ട് വർക്ക്. അതായത് 10,000 തവണ എങ്ങനെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു. ഫെയിൽ ആകുന്നത് തെറ്റല്ല, ക്വിറ്റ് ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്. ഒരു വർഷം മാത്രം, ഈ ഒരു വർഷം ഫുൾ ഫോക്കസ് കൊടുത്താൽ റിസൾട്ട് ഡേ നിന്റെ പേര് ഫുൾ എ പ്ലസ് ലിസ്റ്റിൽ കാണും. അപ്പോൾ നിന്റെ മാതാപിതാക്കളുടെ കണ്ണിൽ അഭിമാനം ഉണ്ടാകും. ഇന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കൂ. ഐ വിൽ ഗെറ്റ് ഫുൾ എ പ്ലസ്, ഐ വിൽ ഫോളോ മൈ ടൈം ടേബിൾ, ഐ വിൽ നോട്ട് ക്വിറ്റ്. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. റിമെമ്പർ, സ്മോൾ ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്സ് ലീഡ് ടു സ്റ്റണ്ണിങ് റിസൾട്ട്സ്. ഫുൾ എ പ്ലസ് വിദ്യാർത്ഥിയാവുന്നതിന് ഇന്ന് തന്നെ നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങും.